ഹലോ, ഗുഡ് മോർണിംഗ്. ഇവിടെ ഒരു 6:30 ആയി, 6:30, 6:45 സമയമായി. ഞാൻ ദോശ ഉണ്ടാക്കാൻ പോണു. ദോശയും ചമ്മന്തിയും, അതാണ് ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ഭയങ്കര മഴയായിരുന്നു, ഇപ്പം ഒന്ന് തുറന്നിട്ടുള്ളൂ മഴ. നിങ്ങളുടെ ഇവിടെ മഴയൊക്കെ ഇല്ലേ? പുറത്താണെങ്കിൽ നല്ല കാറ്റായിരുന്നു, നല്ല ശക്തിയായിട്ടാണ് വീശിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. മഴ നിന്നെങ്കിലും കാറ്റൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും നല്ല ശക്തിയേറിയ കാറ്റായിരുന്നു. അപ്പോൾ കാറ്റ് നോക്കിയിരുന്നാൽ നമ്മുടെ പണികൾ നടക്കില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം പോയി പല്ലൊക്കെ തേച്ചു. അത് കഴിഞ്ഞ് നേരെ പോകുന്നത് പ്രാർത്ഥിക്കാനാണ് കേട്ടോ. അങ്ങനെ പ്രാർത്ഥനയോട് കൂടിയിട്ട് ഒരു ദിവസം തുടങ്ങാം. ഇന്നത്തെ ദിവസമൊക്കെ അങ്ങ് സമർപ്പിച്ച് അങ്ങ് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞൊന്ന് ബൈബിളൊക്കെ എടുത്തൊന്ന് വായിച്ചിട്ടാണ് കിച്ചണിലേക്ക് കയറാം. അങ്ങനെ എൻ്റെ പ്രയറൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ ഉണ്ടാക്കി കുടിക്കുന്നത് എൻ്റെ വെയിറ്റ് ലോസ് ഡ്രിങ്കാണ് കേട്ടോ. വേറെ കാര്യമായിട്ടൊന്നുമില്ല. ചിയാ സീഡും ഫ്ലാക്സ് സീഡും എള്ളും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ടീസ്പൂൺ എടുത്ത് കപ്പിലേക്ക് ഇട്ടിട്ട് മറ്റേ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെക്കും. എന്നിട്ട് നമുക്ക് കുടിക്കാവുന്ന പാകമാകുമ്പോൾ എടുത്ത് കുടിക്കും. ഇത് നമ്മൾ ഇന്നലെ കലക്കി വെച്ച മാവാണ് കേട്ടോ. അത് നന്നായിട്ട് വീർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാൻ ദോശ ഉണ്ടാക്കാൻ പോണേ. ഇതേ കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ ഇരിക്കണേ, നല്ല സോഫ്റ്റാണ്. അങ്ങനെ ഞാൻ അതേ ദോശ ഉണ്ടാക്കാൻ തുടങ്ങാണ്. എനിക്കത് ഇങ്ങനത്തെ കുട്ടി ദോശകളാണ് കേട്ടോ ഇഷ്ടം. ഭയങ്കര വലിയ ദോശകൾ എനിക്കിഷ്ടമില്ല. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ദോശയ്ക്കുള്ള ചട്നി അരച്ചു. അങ്ങനെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഇന്നാണെങ്കിൽ ഇത്തിരി സ്പീഡിൽ വേണം എല്ലാ ജോലികളും ചെയ്യാൻ. കാരണം നാദോട്ടിൻ്റെ സ്കൂളിൽ അവന് ക്യാപ്പിംഗ് സെറിമണിയാണ്. ക്യാപ്പിംഗ് സെറിമണി എന്താണെന്ന് എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെയാണ് ഞാൻ ടീച്ചേഴ്സിനോട് ചോദിച്ചപ്പോൾ മനസ്സിലായേ, ഫ്രഷേഴ്സ് ഡേ ആണ്. UKGയിലത്തെ പിള്ളേർ LKGക്കാർക്ക് കൊടുക്കുന്നൊരു വെൽക്കം പാർട്ടി. ഞാൻ പഠിക്കുമ്പോഴൊന്നും അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല. എനിക്ക് +1 ആദ്യമായിട്ട് ഈ ഫ്രഷേഴ്സ് ഡേ ഒക്കെ ഞാൻ ആഘോഷിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അവനൊക്കെ ഞാൻ വേഗം ഡ്രസ്സ് മാറ്റിച്ചു. അവൻ്റെ ഓട്ടോ അവിടെ വന്നിട്ടുണ്ട്, അവനെ കൊണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് അന്നമേരി എൻ്റെ പിന്നെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യലായിരുന്നു അടുത്ത ജോലി. അവർക്ക് ലഞ്ചിന് ചോറ് കൊണ്ടുപോകാൻ തീരെ താല്പര്യമില്ല. അവർക്ക് റൈസ് ഐറ്റംസ് ഇഷ്ടമല്ല. അവർക്ക് ഇങ്ങനെ സ്നാക്സ് ആയിട്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് എന്തോ അത് കൊണ്ടുപോകാനാണ് ഇഷ്ടം. എന്നും എനിക്ക് കംപ്ലൈൻറ്റാണ് ഞാൻ ചോറാക്കി കൊടുത്തു കഴിഞ്ഞാൽ. ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാ ചീത്ത കേൾക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ദോശ തന്നെ ആക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ഇന്നലത്തെ ബീഫ് കറിയും ദോശയും ചട്നിയും കൂട്ടിയിട്ട് അവർക്ക് കൊടുത്തേക്കാണ്. പിന്നെ ഞാൻ അതേ സ്നാക്സ് പാക്ക് ചെയ്യാണ്. അന്നമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മിച്ചർ. ഇന്നലെ ഞാൻ തിന്ന അതേ മിച്ചർ തന്നെയാണ് കേട്ടോ. ആൻ്റപ്പന് മിച്ചർ വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബർബണ്ട് ബിസ്ക്കറ്റൊക്കെ ആക്കി അവരുടെ ലഞ്ച് ബാഗിലൊക്കെ ആക്കി കൊടുക്കണം കേട്ടോ. ഇനി അന്നമേരെ മുടി കെട്ടി കൊടുക്കലാണ് അടുത്ത പണി. അന്നമേരെ മുടി കെട്ടി കൊടുക്കാനായിട്ട് നിന്നപ്പോഴുണ്ട് ആൻ്റപ്പം വന്ന് മുടിയിരാൻ. അങ്ങനെ ആൻ്റപ്പന് മുടിയേരി കൊടുത്തു, അന്നമേരെ മുടി കെട്ടി കൊടുത്തു. അങ്ങനെ അന്നമ്മയ്ക്ക് അൻ്റപ്പന് പോകാനായിട്ടുള്ള ഓട്ടോ വന്നു. ഇനി ആ പോണേക്കാളും മുന്നേ ഒന്ന് പ്രാർത്ഥിപ്പിക്കും ഞാൻ. അന്നത്തെ ഒരു ദിവസം മുഴുവൻ അവർ നന്നായിട്ട് പോസിറ്റീവായിട്ടിരിക്കണ്ടേ. അങ്ങനെ ഞാൻ കുറച്ച് പ്രാർത്ഥനകളൊക്കെ ചൊല്ലി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 പേർക്കും ഒരു മോളൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ വിടാട്ടാ. അങ്ങനെ അവർക്ക് ഓരോ ടാറ്റയൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടു. ഇനി നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ട്. ഇതാ മഞ്ഞ റോസ കണ്ടോ, അത് നമുക്ക് ഇനി റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളതാണ്. ക്ലീനിങ്ങൊക്കെ ഒരുവിധം ഒതുക്കിയിട്ട് വേണം അതുകൊണ്ട് സ്കൂളിലേക്ക് പോകാൻ. ആദ്യം തന്നെ ബെഡ്റൂമിൽ നിന്ന് തന്നെ തുടങ്ങാം. അവർക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ ബെഡ്ഷീറ്റൊന്നും ശരിക്കും വിരിക്കാനോ ബ്ലാങ്കറ്റൊക്കെ മടക്കി വയ്ക്കാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എല്ലാ പണികളും ചെയ്യാറ് കേട്ടോ. നമ്മുടെ ബെഡ്റൂം എപ്പോഴും ക്ലീനാക്കി വെക്കണം എന്നാണല്ലോ പറയുക. പക്ഷെ മക്കളുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല കേട്ടോ. അവർ ഇതുമ്മ കയറി നടക്കലും ഇവിടെ ഇരുന്ന് കളിക്കലും ഒക്കെയാണ്. ഇതിറക്കേണ്ട ഇടയിൽ ഞാൻ വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിക്കാൻ മറന്നുപോയി. നന്നായിട്ട് തണുത്ത് പോയിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കുടിക്കണം. വലിയ ടേസ്റ്റൊന്നും ഇല്ല, എന്തോ ഒരു സംഭവം വെറുതെ കഴിക്കുന്ന പോലെ അങ്ങോട്ട് കഴിക്കാം. പക്ഷേ ഫ്ലാക്സ് സീഡും ചിയാ സീഡും പരമാവധി നമ്മൾ ചവച്ച് തന്നെ കഴിക്കണം എന്നാണ് പറയാം കേട്ടോ. എന്നാലും നമ്മുടെ ബോഡിയിൽ നന്നായിട്ട് അബ്സോർബ് ആവുള്ളൂ. പറയാതിരിക്കാൻ വയ്യാട്ടോ, നല്ല മാറ്റമാണ് നമ്മുടെ ബോഡിയിൽ ഇത് കൊണ്ടുവരാം. ഇത് കുടിച്ചിട്ട് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് എക്സസൈസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സൂപ്പറായി, നല്ല മാറ്റം വരും. എൻ്റെ വെയിറ്റൊക്കെ നന്നായിട്ട് കുറഞ്ഞു. ഞാൻ മുൻപ് 59 ഇപ്പോൾ 55. ആ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും കുറേ നേരത്തേക്ക് വിശക്കൊന്നുമില്ല. ഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, നല്ല ഫൈബർ കണ്ടൻറ്റൊക്കെ ഉള്ള സംഭവങ്ങൾ അതൊക്കെ. പക്ഷെ എത്രയൊക്കെ വിശപ്പ് മാറുമെന്ന് പറഞ്ഞാലും ഈ സമയമാകുമ്പോൾ ഒരു പാൽ കാപ്പി അതെനിക്ക് നിർബന്ധമാണ്. ആദ്യം ഇൻഡക്ഷൻ കുക്കറിലാണ് വെച്ചത്, പിന്നെ തിളയ്ക്കണ കാണാനില്ല. അപ്പോൾ ഞാൻ സ്റ്റൗവിലേക്ക് മാറ്റി. അങ്ങനെ ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ദോശമാവിൻ്റെ ബാക്കിയുള്ള മാവ് ഞാനൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വേറെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ.
പിള്ളേരെല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ദോശമാവ് ഞാൻ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുവച്ചു. ഇനി കിച്ചൺ സിങ്കിലെ പാത്രങ്ങൾ കഴുകലാണ് അടുത്ത പണി. എന്തോരം പാത്രമാണല്ലേ ഒരു ദിവസം നമ്മൾ കഴുകി കൂട്ടണേ. കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരം ഇത്രയും തന്നെ പാത്രങ്ങളുണ്ടാവും. പാത്രം കഴുകി കഴിഞ്ഞാൽ ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വെടുപ്പാക്കി ഇടും, അല്ലെങ്കിൽ ഒരു സമാധാനക്കേടാ. ഇങ്ങനെ പൊടിയായിട്ട് കിടക്കണ കാണുമ്പോൾ ഒരു ഭംഗിയില്ല. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും വൃത്തിയാക്കി ഇടും കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പോയി നമ്മൾ വൃത്തിയാക്കി ഇട്ടില്ലെങ്കിൽ പിന്നെ കളറുകളൊക്കെ വീണ് ഒട്ടിയൊക്കെ പിടിച്ച് ഒരു വൃത്തിയിലുണ്ടാവും. ഇന്ന് എൻ്റെ കൂടെ ലഞ്ച് കഴിക്കാൻ ആദൂട്ടനുണ്ടാവും. കാരണം ആദൂട്ടിൻ്റെ ആ ക്യാപ്പിംഗ് സെറിമണി കഴിഞ്ഞാൽ ആദൂട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ. ഇന്നലത്തെ ബീഫ് കറി ഉണ്ട്, അതുണ്ടെങ്കിൽ എനിക്ക് വേറെ സൈഡ് കറികളൊന്നും വേണ്ട. വെയിറ്റ് ലോസ് ഡ്രിങ്ക് കഴിഞ്ഞിട്ട് അരമണിക്കൂറൊക്കെ കഴിയണം കേട്ടോ ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ. അങ്ങനെ എൻ്റെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ദോശ കഴിക്കണം. ഞാൻ പിന്നെ വേറെ എക്സ്ട്രാ ദോശ ഒന്നും എടുത്തില്ല. അന്നമ്മ എൻ്റെ പിന്നെ ആദൂട്ടിനൊക്കെ കഴിച്ചതിന് ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതന്നെ കഴിക്കാമെന്ന്, വേസ്റ്റ് ആക്കണ്ടല്ലോ. ഫുഡ് കിട്ടാണ്ട് എത്രയോ പേര് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദോശയുടെ കൂടെ ബീഫാണ് കേട്ടോ കഴിക്കണേ. വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ ബീഫ് കഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊതി കൊണ്ട് മാത്രം. നല്ല കറുത്ത ബീഫ് ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. ഇന്നലെ തന്നെ ബീഫ് റോസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. ചേട്ടനും മക്കളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നെ പറയാതിരിക്കാൻ വയ്യാട്ടാ, ഈ ദോശയും ബീഫും കോമ്പിനേഷൻ സൂപ്പർ കോമ്പിനേഷനാണ്. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. എനിക്കിഷ്ടമായി, ഞാൻ ആദ്യമായിട്ടൊന്ന് കഴിച്ചു നോക്കണേ. വെറുതെ ഒന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിച്ചതാണ്. പക്ഷേ സൂപ്പർ ടേസ്റ്റ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞോളൂ കേട്ടോ. ഇനി കുറച്ച് ക്ലീനിങ് പരിപാടികൾ ബാക്കിയുണ്ട്. ഒന്ന് മാറമ്പിലൊക്കെ തട്ടണം, ഫാനൊക്കെ തുടയ്ക്കണം. ഞാൻ ഫാനൊക്കെ ആഴ്ചയിൽ ഒരിക്കലാണ് കേട്ടോ തുടയ്ക്കാറ്. എന്നിട്ട് പിന്നെ ഈ ടർക്കി കുടഞ്ഞൊക്കെ ഒന്ന് വിരിക്കും. പിന്നെ മുറ്റൊക്കെ ഒന്ന് അടിച്ച് വരണം, തുടയ്ക്കണം. അത്രയ്ക്കുള്ള അന്നത്തെ പണി. ആദ്യത്തെ സ്കൂളിൽ പോയി വന്നതിന് ശേഷം ഇനി രാത്രിയിലെ ഭക്ഷണമൊക്കെ ഞാൻ റെഡി ആക്കണമല്ലോ. എന്തെങ്കിലും മീൻകറി എന്തെങ്കിലുമൊക്കെ വെക്കണം. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഫെൻസി ആദുട്ടൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കല്ലേ, ജോലിക്ക് പൊക്കോളോ, അത് സാലറി ഒന്നും പ്രശ്നമല്ല, എത്രയെങ്കിലും ആവട്ടെ, പക്ഷെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് എൻഗേജ്ഡായിട്ടിരിക്കണം, അത് നല്ലതാണെന്ന് പറയും. അങ്ങനെ ഒരുപാട് അന്വേഷിച്ചു ഞാൻ ഏതെങ്കിലും കോഴ്സ് പഠിച്ചിട്ട് ജോലിക്ക് കയറാനായിട്ട്. നമ്മൾ പഠിച്ച കോഴ്സ് വെച്ചിട്ട് ഇപ്പോൾ ജോലിക്ക് കയറാനായിട്ട് പോസിബിലിറ്റി ഇല്ല. അപ്പോൾ ഞാൻ ഏതെങ്കിലും കോഴ്സ് പഠിച്ചിട്ട് റെലവൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കോഴ്സ് പഠിച്ചിട്ട് ജോലിക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടൈമിങ്ങും എല്ലാതും ഭയങ്കര നമുക്ക് സ്യൂട്ടബിൾ ആവുന്ന ടൈമല്ല. മക്കൾ സ്കൂളിൽ നിന്ന് തിരിച്ചെത്തുമ്പോഴേക്കും എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അങ്ങനെയായിരുന്നു ആ അക്കാദമീസിലൊക്കെ ടൈമിങ്. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം പാടെ ഉപേക്ഷിച്ചു. ഒരു തരത്തിൽ പറഞ്ഞൊരു സാക്രിഫൈസ്. പിന്നെ ഞാൻ വിചാരിച്ചു യൂട്യൂബിനെ പൊടിത്തട്ടി അങ്ങ് എടുക്കാമെന്ന്. അങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ റീസ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഹാപ്പിയായി. ഇപ്പോൾ എനിക്ക് എന്തോ ഒരു ജോലിയുള്ള പോലെ ഒരു തോന്നലാണ്. അങ്ങനെ ദേ ആദൂട്ടൻ്റെ സ്കൂളിൽ ക്യാപ്പിംഗ് സെറിമണിക്ക് എത്തി. ഞാൻ ആദൂട്ടിനെ കാണാതിരിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആദൂട്ടൻ എന്നെ വെയിറ്റിംഗ് ആയിരുന്നു. അവൻ എന്നെ കണ്ടുപിടിച്ചു കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഞാൻ കാണാതെ ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചേ. കണ്ടു കഴിഞ്ഞാൽ കരഞ്ഞെങ്കിലോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. കരഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്പിംഗ് സെറിമണി ആകെ വെള്ളത്തിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴത്തേക്ക് സ്റ്റേജിൽ നിന്ന് നല്ല സിനിമ പാട്ടൊക്കെ വെച്ചപ്പോൾ പിള്ളേർക്ക് നല്ല ഡാൻസ് കളിയായിരുന്നു. അത് കഴിഞ്ഞ് ഉദ്ഘാടനമായിരുന്നു. അങ്ങനെ ടീച്ചേഴ്സും പ്രിൻസിപ്പളൊക്കെ കൂടി ഈ ഫംഗ്ഷനൊക്കെ ഉദ്ഘാടനമൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് കുട്ടികളുടെ ഡാൻസ് നല്ല രസമായിരുന്നു കേട്ടോ. കുഞ്ഞു കുട്ടികളുടെ ഡാൻസൊക്കെ ഇരുന്ന് കാണാൻ വേണ്ടി. എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ആണ് ലാസ്റ്റ് ആയിരുന്നു ക്യാപ്പിംഗ് സെറിമണി. അങ്ങനെ ആദൂട്ടിന് UKGയിലത്തെ ഒരു കുട്ടി വന്ന് ക്യാപ്പൊക്കെ വെച്ച് കൊടുത്തു. ഏറ്റവും ലാസ്റ്റ് ടീച്ചേഴ്സിൻ്റെ ഡാൻസായിരുന്നു. ഇവിടെ എന്ത് പരിപാടിക്കും ടീച്ചേഴ്സിൻ്റെ ഡാൻസൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഡാൻസൊക്കെ നന്നായിരുന്നു, ഞാൻ ആസ്വദിച്ചു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആദൂട്ടിനെ ഞങ്ങളുടെ കൂടെ വിട്ടു കേട്ടോ. ആദൂട്ടിനാണെങ്കിൽ പത്രാസ് കൊണ്ട് ആ തൊപ്പി തലയിൽ നൂരണേ ഉണ്ടായിരുന്നില്ല. എന്തോ വലിയൊരു കിരീടം അവൻ്റെ തലയിൽ വെച്ച് കൊടുത്ത പോലെയായിരുന്നു. അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത്ര ചൂടൊന്നും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് സുമി ഉണ്ടായിരുന്നു കൂടെ കേട്ടോ. അവളുടെ മോളും ഈ സ്കൂളിൽ തന്നെ പഠിക്കണേ. അപ്പോൾ ആൻ്റപ്പനെ അന്നമ്മേനെ സ്കൂളിലേക്ക് കൊണ്ടാക്കുന്ന മാമൻ തന്നെയാണ് ഞങ്ങളെ ഈ സ്കൂളിലേക്ക് കൊണ്ടാക്കിയത്. അങ്ങനെ മാമനോട് കുറച്ച് നേരം കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് ഞങ്ങളിതേ വീട്ടിലേക്ക് പോവാണ്. ഈ ഓട്ടോറിക്ഷ മാമനെ ആദൂട്ടിന് വലിയ ഇഷ്ടമാണ്. കാരണം വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ അന്നമ്മേരെ കയ്യിൽ ആദൂട്ടിനൊരു മിഠായി മാമൻ കൊടുത്തേക്കും. അതൊരു ശീലമായി. അതിന് കിട്ടിയില്ലെങ്കിൽ അവൻ ചോദിക്കും, മാമ മിഠായി ഇല്ലേന്ന്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഞാൻ ചേട്ടനെയൊക്കെ വിളിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇന്ന് ലുലുവിൽ പോകാമെന്നു. അപ്പം ഒന്ന് ഉച്ച തിരിഞ്ഞ് ഞങ്ങൾ ലുലുവിൽ പോയി. അത് കാരണം രാത്രിയിലേക്ക് എനിക്ക് ഭക്ഷണം വയ്ക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ലുലുവിൽ പോയി അടിച്ച് പൊളിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.